കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഞാൻ വർക്കല ശിവഗിരിയിലായിരുന്നു. തീർത്ഥാടനത്തിൻ്റെ കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് കിട്ടിയ ഒരു വലിയ അവസരമായിരുന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഗുരുദേവൻ എനിക്ക് അനുഗ്രഹിച്ച് തന്ന ഒരു അവസരമാണത്. ഈ യുഗപുരുഷൻ സിനിമ നിർമ്മിക്കാൻ കിട്ടിയ ഭാഗ്യം പോലെ അങ്ങനെ തേടി വന്ന ഒരവസരമാണ് ഇത്. നമ്മൾ ജീവിതത്തിലെ പല അനുഭവങ്ങളും നമുക്കുണ്ടാവുമല്ലോ, അത് അനുഭവിച്ച് തന്നെയാണ് നമ്മൾ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു വലിയ ലേണിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ്. ഇത്രയും വലിയ ഒരു സംഘാടനം എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയിൽ വേറെ എവിടെയെങ്കിലും അങ്ങനെ നടക്കുന്നുണ്ട്. ഡിസംബർ 15 മുതൽ ജനുവരി 5 വരെ ശിവഗിരിയിൽ ജനപ്രവാഹമാണ്. നിരവധി പരിപാടികൾ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ ചർച്ചകളും. നിങ്ങൾക്കറിയാം, തീർത്ഥാടനം എന്ന് പറയുന്നത് ഗുരുദേവൻ പറഞ്ഞിട്ടുള്ള അഷ്ടലക്ഷ്യങ്ങളെക്കുറിച്ച് അതാത് മേഖലകളിലുള്ള ആളുകൾ വന്ന് സംസാരിക്കുകയാണ്, അത് കേൾക്കുക. ഇന്നിപ്പോൾ അത് വളർന്ന് ഏത് സമയത്താണെങ്കിലും, രാവിലെ 5 മണിയായാലും രാത്രി 12 മണിയായാലും ജനസാഗരം തന്നെയാണ് ശിവഗിരിയിൽ കാണാൻ കഴിഞ്ഞത്. ഞാൻ സാധാരണ ഏതെങ്കിലും ഒരു ദിവസം സംസാരിക്കാനായിട്ട് വരും പോകും. അതുകൊണ്ട് ഇതിൻ്റെ ഇത്രയും വലിയ ഒരു കാര്യമാണ് ഇതെന്ന് എനിക്ക് അറിയാൻ കഴിഞ്ഞിരുന്നില്ല. ഇപ്പോൾ കുറേ ദിവസങ്ങൾ അവിടെ രാത്രിയിലും താമസിച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഒരു പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നത്. അതും പദയാത്രയായിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വരുന്നത്, നടന്നു വരുന്നതൊക്കെ വന്ന് അവിടെ തന്നെ താമസിച്ച് തീർത്ഥാടനത്തിൻ്റെ ഭാഗമാകുക. അതുപോലെ ജാതി മതഭേദമന്യേ, രാഷ്ട്രീയ ഭേദമന്യേ, ഭാഷാഭേദമന്യേ എത്ര ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്ന് അവിടെ വരുന്നതും അതിൻ്റെ ഭാഗമാകുന്നതും. സമാധിയിൽ പോകുന്നു, അല്ലാതെ പിന്നെ ഇപ്പോൾ ഇന്ന് അവിടെ എക്സിബിഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയും വലിയ ഒരു സംഘാടനത്തിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇതുവരെ ഞാൻ പഠിച്ച പല കാര്യങ്ങളെക്കാൾ കൂടുതൽ അനുഭവത്തിലൂടെ പഠിക്കാൻ സാധിച്ചു. ഇത് ഒരു യൂണിവേഴ്സിറ്റിയിലും പോയാൽ നമുക്ക് പഠിക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് അനുഭവിച്ച് തന്നെ അറിയേണ്ടതാണ്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ പുതിയത് പലതും പഠിക്കുമല്ലോ. അപ്പോൾ ഈ പുതിയ വർഷം എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളത് അത് തന്നെയാണ്. ഇങ്ങനെയുള്ള അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിക്കുക എന്നുള്ളത്, അത് എന്താണെങ്കിലും അങ്ങനെയുള്ള അവസരങ്ങൾ ആരും നഷ്ടപ്പെടുത്തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവിടെ ഇതിനു വേണ്ടി എന്നെ സ്വാമിജിമാരോടുള്ള നന്ദി പറയുന്നു. പിന്നെ കുറേ ആളുകൾ ഇതിനു വേണ്ടി സഹകരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഡെലിഗേഷനിലൂടെ എങ്ങനെയാണ് നമ്മൾ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത്. അതിനും നല്ലൊരു ഉദാഹരണമാണ്. ഇവിടെ 100 കണക്കിന് ആളുകളാണ് വോളണ്ടിയേഴ്സായിട്ട് വിവിധ കാര്യങ്ങൾ. കാരണം ദിവസവും അന്നദാനമാണ്, 10,000 ആളുകൾ ഭക്ഷണം കഴിക്കുന്നു. താമസിക്കാൻ അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണം. അവരുടെ യാത്രാ പ്രശ്നങ്ങൾ, പിന്നെ ഈ സംഘാടനത്തിൽ സ്റ്റേജിലായാലും എത്ര VIP വന്നത്. ഏകദേശം 200-ലധികം പ്രാസംഗികരെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, ഇത്തവണ വന്നത് വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ, 3 ഗവർണർമാർ, 2 മുഖ്യമന്ത്രിമാർ, കേന്ദ്രമന്ത്രിമാർ, തമിഴ്നാട്, കർണാടക, കേരള മന്ത്രിമാർ, അങ്ങനെ പലതരത്തിലുള്ള ഭരണതലത്തിലുള്ള ആളുകൾ, IAS, IPS ഓഫീസേഴ്സ് എല്ലാം എനിക്കൊരു അനുഭവമായിരുന്നു. ഇത് ഈ വർഷം പുതിയ വർഷം എന്ന നിലയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളതാണ്, ഇത്തരം അവസരങ്ങൾ നഷ്ടപ്പെടാതെ അനുഭവിച്ചുകൊണ്ട് നമ്മൾ പഠിക്കുക. അതിൽ നമ്മൾ മനസ്സ് അത് പൂർണ്ണമായി അതിലേക്ക് തന്നെ കൊടുത്തുകൊണ്ട് നമ്മളവിടെ പണിയെടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിലൊരു വലിയ മാറ്റമായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വർഷം അങ്ങനെയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.